ആഗ്രഹിച്ചാലും ഒടുക്കും അത് നടക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി സ്വയം ചൂണ്ടിക്കാട്ടുകയാണ് മലയാള സിനിമയുടെ പുത്തൻ സെൻസേഷൻ. നായകനാവണമെന്ന ഉള്ളിലൂറിയ മോഹത്തിന് ഏറ്റവും സുന്ദരമായ പാതയൊരുക്കി അടിവച്ചങ്ങ് കയറുകയാണ് അയാൾ. എങ്ങനെയും എന്തിലേക്കും ഉള്ളുമുടലും മാറ്റിയെടുക്കാൻ അനായാസേന സാധിക്കുന്ന അസലൊരു നടൻ. എക്കോ എന്ന ചിത്രത്തിന്റെ ഏറ്റവും ഒടുക്കം പീയൂഷ് ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കാൻ സിനിമ കോറിയിടുന്നത് ഒരു കുട്ടിക്കഥയാണ്. അയാളുടെ നീറ്റലിലേക്ക് ഫസ്റ്റ് ടേക്കിൽ തന്നെ ആ നടൻ മുന്നിലുള്ള മനുഷ്യരുടെ കണ്ണ് നനയിച്ചിരുത്തും. കല്ലുപോലെ ഉറച്ച മനസ്സോടെ അയാൾ നടന്നു പോകുമ്പോൾ കാഴ്ചക്കാരന്റെ ഉള്ളിലും വീഴും ഒരു തരി കനൽ കഷ്ണം. അതിന്റെ തിളക്കവും തീക്ഷ്ണതയുമാണ് സന്ദീപ് പ്രദീപ് എന്ന നായകനും ഇന്നുള്ളത്. സ്വാഗും വീറും പവറും ഇഷ്ടം കൂട്ടുന്ന ചുണ്ട് നീട്ടിയ ഒരു ചിരിയും കൊണ്ട് സ്നേഹം മാറി കൂട്ടുന്ന ഒരു പക്ക സ്റ്റാർ മെറ്റീരിയൽ സന്ദീപ് പ്രദീപ്. ഒരു കാടിന്റെ നിഗൂഢതയിലേക്ക് നിഷ്കളങ്കമായാണ് പീയൂഷ് കാഴ്ചക്കാരെ ക്ഷണിച്ചത്. ആദ്യ പാതിയോളം കുര്യച്ചനെ തേടിയിറങ്ങുന്നവരുടെ പാച്ചില് കണ്ടുനിന്ന പീയൂഷ് പെട്ടെന്ന് തന്നെ കളം മാറ്റി ചവിട്ടി ഗെയിം തന്റേതാക്കി. പല ഷെയ്ഡുകളിലേക്ക് അയാൾ പ്രേക്ഷകരെ കബളിപ്പിച്ചു കൊണ്ടുപോയി. അതിലൊന്നുപോലും അവിശ്വസിക്കാനാവുന്നതുമല്ല. കോടമൂടിയ കാട്ടുകുന്നിന്റെ തലപ്പത്ത് കൽച്ചക്രം പോലെ പരസ്പരം കോർത്തിണങ്ങി കിടക്കുന്ന കുന്നുകളിൽ കണ്ണും നട്ടുള്ള അവസാന ഇരുപ്പ് വരെയും പീയൂഷ് കൺവിൻസിംഗ് ആണ്. മ്ലാത്തിച്ചേട്ടത്തിയോടും അപ്പൂട്ടിയോടും ഒക്കെയുള്ള അയാളുടെ കരുതലിൽ ഉള്ളലിഞ്ഞു കണ്ടിരുന്നവരെ അയാൾ ഒരൊറ്റ നോട്ടത്തിൽ മറുപുറത്തെത്തിക്കും. അപ്പോഴും കഥയിൽ അയാളുടെ സ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ തറപ്പിച്ചു പറയാം, നായകൻ എന്ന്. സന്ദീപ് എന്ന 28-കാരന്റെ യാതൊരു ചായവുമില്ലാത്ത കഥാപാത്രമാണ് അയാൾ. നോട്ടമോ നടത്തമോ സംസാരമോ സാഹചര്യങ്ങളോ ഒന്നും ഒരണു പോലും അയാളുടേതായിരുന്നില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിപ്പോകും ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണല്ലോ അഭിനയിക്കുന്നതെന്ന് സന്ദീപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനെ ഒന്നിന്റെയും സങ്കോചം അയാളിൽ വന്നു പോയിട്ടുണ്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നില്ല. കഥാപാത്രത്തിൽ നിന്നും എങ്ങനെയും സ്വയം അടർത്തി മാറ്റാനുള്ള കഴിവാണ് മലയാള സിനിമയിലെ അയാളുടെ ഇൻവെസ്റ്റ്മെന്റ്. നായകനാകണമെന്നതായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞ സന്ദീപ് ആ സ്വപ്നത്തിനായി സ്വയം ഒരുക്കിയെടുക്കുന്നത് നീണ്ട നാളത്തെ അധ്വാനത്തിലൂടെയാണ്. സ്കൂൾ കാലത്ത് തന്നെ ഷോർട്ട് ഫിലിമുകൾ. എനിക്കെന്റെ കഴിവ് തെളിയിക്കണം, ഞാനൊരു നല്ല നടനാണെന്ന് എന്നെ തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് എനിക്ക് പറയിപ്പിക്കണം എന്ന പഴയ പടത്തിലെ ഡയലോഗിന് ഇന്ന് സോഷ്യൽ മീഡിയ ഭരിക്കാൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നതും ആ അധ്വാനത്തിനുള്ള കയ്യടിയായാണ്. പിന്നീട് വന്ന ഷോർട്ട് സീരീസുകളും സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് കാഴ്ചക്കാരെയാണ് നേടിയത്. പക്ഷെ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ അയാളെ അടയാളപ്പെടുത്തിയത് അന്താക്ഷരിയാണ്. അന്താക്ഷരി കണ്ടിട്ട് എന്നെ ആരും വിളിച്ചില്ല എന്ന പരിഭവത്തിന് മറുപടിയാകുന്നത് കരിയറിലെ തന്നെ പീക്ക് പോയിന്റായ എക്കോയാണ്. അന്താക്ഷരിയിലെ സന്ദീപിന്റെ കൺട്രോൾ പെർഫോമൻസ് കണ്ടാണ് ബാഹുൽ രമേശ് പീയൂഷിനെ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. സംവിധായകന് പക്ഷെ കോൺഫിഡൻസ് നൽകിയത് ഫാലിമയിലെ വയ്യാവേലി അനിയനാണ്. സർവ്വവള്ളിയും കാലിൽ ചുറ്റുന്ന കഥാപാത്രം. മലയാള സിനിമ അതിന്റെ ഭാവിയിൽ അവന്റെ പേര് കുറിച്ചിടുന്നതും ദാ അവിടെ നിന്ന് അങ്ങോട്ടാണ്. 2025 അവസാനത്തോട് അടുക്കുന്നത് സന്ദീപിന്റെ 3 ചിത്രങ്ങളുടെ വിജയ മധുരത്തിലാണ്. ആലപ്പുഴ ജിംഖാന, പടക്കളം, എക്കോ. വലുത് എന്ന ഷിഫാസ് ജിംഖാന കൂട്ടത്തിലെ ഹീറോയിക് മെമ്പർ ആയിരുന്നു. ഫൈറ്റിലും അതിനേക്കാൾ മൂർച്ചയുള്ള നോക്കിലും കൂടുതൽ ഷാർപ്പായ റിയാക്ഷനുകളിലും ശ്രദ്ധ സന്ദീപിലേക്ക് എളുപ്പമെത്തിച്ചു. ആദ്യ പകുതിയിൽ ഹൈലി റിലേറ്റബിൾ ആയ ഒട്ടും അസേർട്ടീവ് അല്ലാത്ത ജിതിനിൽ നിന്നും സെക്കൻഡ് ഹാഫിലെ രഞ്ജിത്തിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത സന്ദീപ് പിന്നീട് അങ്ങോട്ട് ഇരിപ്പുറപ്പിച്ചത് ആ ക്ലാസ് മുറിയിലെ ബെഞ്ചിന്റെ വക്കത്ത് കാലിന്മേൽ കാല് വെച്ചിരുന്ന അതേ വൈബിലാണ്. നെസ്ലനുമായ താരതമ്യപ്പെടുത്തലുകളാണ് പിന്നീട് സോഷ്യൽ മീഡിയ നിറച്ചത്. നെസ്ലിന് നേരെയുള്ള സൈബർ ആക്രമണത്തിലേക്ക് വരെ അത്തരം പോസ്റ്റുകൾ വഴിവെട്ടിയപ്പോഴും കൂട്ടുകാരനെ അയാൾ കൂടെ ചേർത്ത് പിടിച്ചു. ഞങ്ങൾ ഈ മീമുകൾ പരസ്പരം അയച്ചു കൊടുത്ത് ചിരിക്കാറുണ്ടെന്ന് ചിരിയോടെ തന്നെ പറഞ്ഞു വെച്ചു. ലോകയുടെ സന്തോഷത്തിൽ തിയേറ്ററുകളിൽ നസ്ലിന്റെ കൈപിടിച്ച് കൂടെ നിന്നു. അവർക്ക് കിട്ടിയ ആർപ്പുവിളികളെയും കയ്യടികളെയും പങ്കുവച്ചു. അവിടെ ഒരു താരത്തിനപ്പുറം ഒരു കൂട്ടുകാരനോടുള്ള സ്നേഹം കൂടെയാണ് പ്രേക്ഷകർ അയാൾക്ക് മടക്കി നൽകുന്നത്. ലാർജർ ദാൻ ലൈഫ് സിനിമകളിൽ വിജയൊക്കെ ചെയ്തു വെച്ചതുപോലെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച സന്ദീപിന് ഇനിയുള്ള കാലം മലയാള സിനിമയിലും അതിനപ്പുറവും കാത്തിരിക്കുന്നത് അത്ര തന്നെ സ്പിരിറ്റുള്ള കഥകളും കഥാപാത്രങ്ങളുമായിരിക്കും എന്നുറപ്പാണ്. അവിടെ എന്തും പോകുമെന്നുള്ള വിശ്വാസമാണ്. കയ്യും മടക്കി തലയും വെട്ടിച്ച് വിജയ് സ്റ്റൈലിലുള്ള നടപ്പും തീരെ അണ്ടർടോൺ കഥാപാത്രങ്ങളിലേക്ക് ചുരുങ്ങി വിടരാനുള്ള പവറും അയാളുടെ യുണീക്നെസ് ആണ്. ബാഹുൽ രമേശ് പറഞ്ഞതുപോലെ സന്ദീപ് ഇസ് ഹിയർ ടു സ്റ്റേ.